ഫ്രണ്ട്സ്, എന്റെ പേര് കീർത്തി. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ക്രാപ്പി കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്ന ജൈവമാലിന്യ സംസ്കരണ ഉൽപ്പന്നം ഫിറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിന് 2 ഓപ്പണിംഗ് വിൻഡോകളാണ് ഉള്ളത്. അതിൽ മുകൾ വശത്തെ ഈ വിൻഡോ അടുക്കള മാലിന്യങ്ങൾ ഡൈജസ്റ്ററിനകത്തേക്ക് നിക്ഷേപിക്കാനുള്ളതാണ്. താഴെയുള്ള ഈ വിൻഡോ വളമായതിനു ശേഷം ആ വളം പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. മണ്ണിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ 2 വിൻഡോകളും തുറക്കാനും അടയ്ക്കാനും കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ വെന്റിലേഷൻ ഹോൾസ് ആണിത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ ഹോൾസിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഒരു കോട്ടൺ തുണിയെടുത്ത് തുടച്ചു വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ശേഷം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡൈജസ്റ്ററിന്റെ കൂടെ ലഭിച്ച ഇനാക്കുലം പാക്കിൽ നിന്നും 3 പിടി ഇനാക്കുലം കയ്യിലെടുത്ത് നമ്മുടെ ഡൈജസ്റ്ററിന്റെ അടിവശത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിതറിക്കൊടുക്കുക. ഇനി നമുക്ക് ഡൈജസ്റ്ററിൽ അടുക്കള മാലിന്യങ്ങൾ നിക്ഷേപിച്ചു തുടങ്ങാം. ദിവസേന 2 കിലോഗ്രാം വേസ്റ്റ് വരെ നമുക്ക് ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാം. അതോടൊപ്പം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം 3 കൈപ്പിടി ഇനാക്കുലം എടുത്ത് ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഡൈജസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ലഭിച്ച ഈ ടാങ്കില് ഏതെങ്കിലും ഒരു ടാങ്ക് ആദ്യം ഉപയോഗിക്കുക. ദിവസവും 2 കിലോ വേസ്റ്റ് വരെ നമുക്ക് ഈ ടാങ്കില് നിക്ഷേപിക്കാം. ഇത് നിറയാൻ ഏകദേശം 6 മാസമോ അതിൽ കൂടുതലോ സമയമെടുക്കും. ഈ ഉപയോഗിച്ച ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഈ ടാങ്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ 2ാമത്തെ ടാങ്ക് ഉപയോഗിക്കുന്ന കാലയളവിൽ 1ാമത്തെ ടാങ്ക് പൂർണ്ണമായും അടച്ചു വെക്കുക. ഇത് നിറയുന്ന കാലയളവില് ഈ 1ാമത്തെ ടാങ്ക് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും. ഈ വളം പുറത്തെടുത്തതിന് ശേഷം ഈ ടാങ്ക് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഡൈജസ്റ്റർ ടാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ മാലിന്യങ്ങൾ പരിചയപ്പെടാം. മറ്റു ജൈവമാലിന്യ ഉപാധികളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നാരങ്ങാത്തൊലി, മുട്ടത്തോട്, മുരിങ്ങാക്കായ, ഉള്ളിത്തൊലി എന്നിവയടക്കം എല്ലാത്തരം ജൈവമാലിന്യങ്ങളും നമുക്ക് ഡൈജസ്റ്ററിൽ നിക്ഷേപിക്കാം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മത്സ്യമാംസങ്ങളുടെ അവശിഷ്ടങ്ങളും ഡൈജസ്റ്ററിൽ ഇടാം. പ്ലാസ്റ്റിക്, പേപ്പർ, പാഴ്സൽ കവറുകൾ, അലുമിനിയം ഫോയിൽ, ബട്ടർ പേപ്പർ, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയ അജൈവ മാലിന്യങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല. ചൂടുവെള്ളം, പഴകിയ എണ്ണ, കക്കത്തോട് എന്നിവയും നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. BSF ലാർവകളാണ് ഇതിനകത്ത് ഡയറക്ഷൻ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവയെ നശിപ്പിക്കുന്ന രീതിയിൽ ചൂടുവെള്ളം, ബ്ലീച്ചിങ് പൗഡർ, ചാരം പോലുള്ള ഡൈജസ്റ്ററിൽ ഇടരുത്. എന്നാൽ ഞണ്ട്, ചെമ്മീൻ എന്നിവ ഉപയോഗിക്കാം. ജലാംശത്തിന്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒഴിക്കുന്ന വെള്ളത്തിന്റെ കണ്ടന്റ് അമിതമാവാതെ ശ്രദ്ധിക്കണം. കഞ്ഞിവെള്ളം പോലുള്ളവ പൂർണ്ണമായും ഒഴിവാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസവും ഫുഡ് വേസ്റ്റ് ഇട്ട ശേഷം ഡൈജസ്റ്ററിന്റെ മുകൾ ഭാഗം തുടച്ച് വൃത്തിയാക്കണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായി ഡൈജസ്റ്ററിൽ നിന്നും വളം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഈ താഴെ വിൻഡോ ഓപ്പൺ ചെയ്ത് കോഴി ഉപയോഗിച്ച് നമുക്ക് വളം പുറത്തേക്ക് എടുക്കാം. ഡൈജസ്റ്ററിലെ വളം പൂർണ്ണമായും പുറത്തെടുത്ത് ഈ ടാങ്ക് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ലഭിച്ച വളം നമുക്ക് നമ്മുടെ വീടുകളിലെ അടുക്കള തോട്ടങ്ങളിൽ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.